ഈസ്റ്റേൺ മാജിക് അവനിലേക്ക് സ്വാഗതം. മലയാളിക്ക് എപ്പോഴും പ്രിയപ്പെട്ട കാര്യം തന്നെയാണ് നാടൻ വിഭവങ്ങൾ. അപ്പോൾ നമ്മൾ ഇനി എത്ര പരിഷ്കാരം പറഞ്ഞാലും, നമ്മളിനി എവിടെയെല്ലാം പോയാലും, നമ്മൾ എന്തെല്ലാം വ്യത്യസ്തമായ രുചിഭേദങ്ങൾ അറിഞ്ഞാലും അവസാനം കറങ്ങി തിരിഞ്ഞ് നമ്മൾ എവിടെ എത്തുക? നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം എന്ന് പറയുമ്പോൾ നമ്മുടെ നാക്കിൻ്റെ രുചിയുമായി ഒത്തുചേരുന്ന കാര്യം നമ്മുടെ നാടൻ വിഭവങ്ങൾ തന്നെയാണ്. കാര്യം നമ്മൾ എത്ര ചെറുപ്പത്തിലേ നമ്മൾ എന്ത് കഴിച്ച് ശീലിച്ചോ അത് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ളവർക്ക് ഏത് മറുനാട്ടിൽ പോയാലും എവിടെ പോയാലും ഇടയ്ക്കിടയ്ക്കെങ്കിലും നമ്മുടെ നാടൻ വിഭവങ്ങൾ കഴിക്കാൻ തോന്നാറില്ലേ? അപ്പോൾ നാടൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇറച്ചിയാണെങ്കിലും, പിന്നെ കോഴി, ആട്ടിറച്ചി, പിന്നെ എന്താ പറയുക, പോത്തിറച്ചി, അത് കഴിഞ്ഞിട്ട് താറാവ്, പിന്നെ മീനിൻ്റെ വ്യത്യസ്തമായ പലതരം മീനുകൾ, ഇതെന്താണെങ്കിലും ഒരു നാടൻ രീതിയിൽ തയ്യാറാക്കിയാൽ, വറുത്തിട്ടാണെങ്കിലും കറി വെച്ചിട്ടാണെങ്കിലും പുരട്ടിയാണെങ്കിലും മസാലയാണെങ്കിലും എന്താണെങ്കിലും അത് ആലോചിക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ചില സമയങ്ങളിൽ നമുക്കത് കഴിക്കാൻ തോന്നും. ഒരു പക്ഷേ കഴിക്കാൻ കിട്ടാത്ത സ്ഥലങ്ങളിൽ പോകുമ്പോൾ ആയിരിക്കും ഏറ്റവും കൂടുതൽ അതിനെക്കുറിച്ച് ഒരു നൊസ്റ്റാൾജിക്കായിട്ട് ആലോചിക്കുക, അയ്യോ അതൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, എപ്പോഴും നമുക്ക് നാടനോട് അറിയാണ്ട് കൂടുതൽ അടുപ്പം തോന്നും. അപ്പോൾ നമ്മളിന്നിപ്പോൾ ഒരു നാടനിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ നാടൻ വിഭവമാണ്, നോൺ വെജിറ്റേറിയൻ ആണ്. അപ്പോൾ എല്ലാവർക്കും കോമൺ ആയിട്ട് ഇഷ്ടമുള്ള നോൺ വെജ് വിഭവം എന്താണ്? മത്സ്യം കഴിഞ്ഞാൽ പിന്നെ ചിക്കൻ തന്നെയാണ്. അപ്പോൾ ചിക്കൻ കൊണ്ടുള്ളൊരു നാടൻ കറിയാണ് നമ്മൾ ചെയ്യുന്നത്. നാടൻ കറികൾ പലതരം നമ്മൾ പരീക്ഷിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായൊരു നാടൻ കറി. അപ്പോൾ പരീക്ഷണങ്ങൾ എപ്പോഴും നല്ലതാണ്, പക്ഷേ സ്വാദ് ഉണ്ടാവണമെന്ന് മാത്രം. അപ്പോൾ നമ്മൾ പല ചേരുവകൾ മാറ്റിയും തിരിച്ചും ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ പുതിയ വിഭവങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരും. അപ്പോൾ ഇതൊരു നാടൻ കറി എന്ന് പറയുമ്പോൾ കോഴി പച്ചയ്ക്ക് അരച്ചതാണ്, അതായത് പച്ച മസാല അരച്ച കോഴിക്കറി. അപ്പോൾ ഇത് തേങ്ങയൊക്കെ ചേർത്തിട്ട്, അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് നമ്മൾ നാടൻ കറികളുണ്ട്, ഇത് തേങ്ങയൊക്കെ അരച്ച് ചേർത്ത് ചെയ്യുന്ന ഒരു പച്ച മസാലക്കറിയാണ്. പച്ച നിറമൊന്നുമല്ല, പച്ച മസാലക്കറിയാണ്, പച്ച അരച്ച കോഴിക്കറി. അപ്പോൾ നാടൻ കോഴിയാണെങ്കിൽ ഏറ്റവും നല്ല, പക്ഷേ നമുക്ക് നാടൻ കോഴിയൊന്നും എപ്പോഴും കിട്ടാറില്ല. അപ്പോൾ ബ്രോയിലർ തന്നെയാണ് ശരണം. സാരമില്ല, ബ്രോയിലർ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, അങ്ങനെ ഒരു ഗുണമുണ്ട്. എന്തായാലും ഒരു ഇടത്തരം കോഴിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ നാടൻ രുചിയുള്ള കോഴിക്കറി, കോഴി പച്ച മസാല അരച്ചത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കുക. അതിന് വേണ്ട ചെയ്തത് എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ ഒരു ഇടത്തരം സൈസിലുള്ളത് കഷ്ണങ്ങളായിട്ട് മുറിച്ചത്. ഇനി അരപ്പിന് വേണ്ട ചേരുവകൾ: തേങ്ങ ഒരു ചെറുത് ചിരകിയെടുത്തത്, മുളക് പൊടി 3 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ, ചെറിയ ഉള്ളി 8 എണ്ണം. ഇനി മറ്റു ചേരുവകൾ: എണ്ണ 4 ടേബിൾ സ്പൂൺ, സവാള 4 ഇടത്തരം ചെറിയ ചതുര കഷ്ണങ്ങളായി മുറിച്ചത്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല പൊടി 3/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ടൊമാറ്റോ 4 ഇടത്തരം ചെറിയ ചതുര കഷ്ണങ്ങളാക്കിയത്, പച്ചമുളക് 4 എണ്ണം 2ആയി പിളർന്നത്, വെള്ളം 3 കപ്പ്, കറിവേപ്പില ആവശ്യത്തിന്. ഇനി താളിക്കാൻ വേണ്ട ചേരുവകൾ: എണ്ണ 2 ടേബിൾ സ്പൂൺ, ചെറിയ ഉള്ളി നീളത്തിലരിഞ്ഞത് 1/4 കപ്പ്, കറിവേപ്പില ആവശ്യത്തിന്. ഇനി നമ്മുടെ നാടൻ കോഴിക്കറി തയ്യാറാക്കി തുടങ്ങാം. കോഴി പച്ച അരച്ചത്. അപ്പോൾ ആദ്യം നമുക്ക് അരപ്പ് റെഡിയാക്കണം. അരപ്പെന്ന് പറയുമ്പോൾ ഇത് തേങ്ങ അരച്ച അരപ്പാണ്. ഒരു ചെറിയ തേങ്ങ, അപ്പോൾ ചരുകി എടുത്താൽ ഒരു അളവ്, കപ്പളവ് പറയുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 3.5 കപ്പ് തേങ്ങ. നല്ല പച്ച തേങ്ങയാണെങ്കിൽ ഏറ്റവും നല്ലത്, കുറച്ച് സോഫ്റ്റായിട്ടുള്ള തേങ്ങ ആയിക്കോട്ടെ. അപ്പോൾ നല്ല പച്ച തേങ്ങ, ഒരു ചെറിയ തേങ്ങ ചിരകിയെടുക്കുക, ഏതാണ്ട് ഒരു 3.5 കപ്പോളം തേങ്ങ. അതിലേക്ക് ഒരു 8 10 കൊച്ചുള്ളി, ചെറിയ ഉള്ളി, സാമ്പാറിനിടുന്ന ഉള്ളിയാണ്. അതിനോടൊപ്പം ഒരു 3 ടേബിൾ സ്പൂൺ, 3 വലിയ സ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടി. അപ്പോൾ നല്ല നിറമെല്ലാം, നല്ലൊരു ഓറഞ്ച് റെഡ് കളർ കിട്ടും. ഇത് ഒരു ഇടത്തരം സൈസിലെ കോഴിക്ക് വേണ്ടിയിട്ടാണ് ഇത്ര അളവ് പറയുന്നത്, 3 ടേബിൾ സ്പൂൺ. പിന്നെ ഇത് എരിവ് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ 3 എന്നുള്ളത് 2.5 ടേബിൾ സ്പൂണായി കുറയ്ക്കുക. ഇതിനോടൊപ്പം മല്ലിപ്പൊടി നേരെ പകുതി, അതായത് 1.5 ടേബിൾ സ്പൂൺ, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഈ 3 കാര്യങ്ങൾ: തേങ്ങ, ചെറിയ ഉള്ളി, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി 3 ടേബിൾ സ്പൂൺ, പിന്നെ മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ, വലിയ സ്പൂണിന് 1.5, പിന്നെ മുളക് പൊടി വലിയ സ്പൂണിന് 3, പിന്നെ 7 8 9 10 ചെറിയ ഉള്ളി, ഇതെല്ലാം കൂടി ചേർത്ത് ഒരു ചെറിയ തേങ്ങ, ഏകദേശം ചിരകി വന്നാൽ 3.5 കപ്പോളം വരും. ഇനി ഇതൊന്നിച്ചാക്കി മിക്സിയിൽ നല്ല പേസ്റ്റ് രൂപത്തിൽ നിന്ന് അരച്ചെടുക്കാം. പിന്നെ ആവശ്യാനുസരണം വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അരച്ചെടുക്കുന്നതിന്. അപ്പോൾ നമ്മുടെ മസാല പേസ്റ്റും കൂടെ അരച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്, പച്ച അരച്ചത്. ഇനി അടുത്തത് നമ്മളൊരു ചുവട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പിലേക്ക് വയ്ക്കുക. ഒരു നാടൻ വിഭവമായതുകൊണ്ട് വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്, പക്ഷേ ഏത് തരം റിഫൈൻഡ് ഓയിലും നമുക്ക് ചെയ്യാം. എണ്ണയുടെ കാര്യത്തിൽ ഞാൻ യാതൊരു നിർബന്ധവും പിടിക്കുന്നില്ല. എണ്ണയുടെ അളവിൻ്റെ കാര്യത്തിലാണെങ്കിലും
അത് ഏത് എണ്ണയാണെന്നുള്ള കാര്യത്തിൽ അത് ഇഷ്ടത്തിന് ചെയ്തോളൂ. എന്നിട്ട് ആദ്യം നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചേർത്തൊന്ന് വഴറ്റണം. ഇഞ്ചി, പച്ചമുളക് വഴറ്റേണ്ട ആവശ്യം, നമുക്ക് അവസാനത്തെ സ്റ്റേജിലൊന്ന് വഴറ്റിയാൽ മതി. ഇഞ്ചി, വെളുത്തുള്ളി, സവാള, ഈ കാര്യങ്ങൾ. പിന്നെ നമ്മൾ അരച്ചപ്പോൾ അതിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടല്ല അരച്ചത്. ആ മഞ്ഞൾപ്പൊടി നമ്മൾ ഈ ചിക്കൻ ഒന്ന് വഴറ്റുന്ന സമയത്താണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം എണ്ണ, ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ. അതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞത്, ഒരുപാട് ചെറുതാവണമെന്നില്ല, ചെറിയ ചെറിയ പീസസ്. 2 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി അരിഞ്ഞത്, അല്ലെങ്കിൽ ചതച്ചത്. ഒരു 8 അല്ലി ചതച്ച് ചേർക്കുക. പിന്നെ അല്ലെങ്കിൽ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ച് ചേർക്കുക. അല്ലെങ്കിൽ ഇതുപോലെ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചെറുതായിട്ട് ഇങ്ങനെ മണം വന്ന് തുടങ്ങിയിട്ടുണ്ട്, വാടി തുടങ്ങി, എന്നാൽ മൂത്തിട്ടില്ല, മൂക്കാൻ സമയമാകുന്നതേ ഉള്ളൂ. ഇതിലേക്കാണ് നമ്മൾ സവാള ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഏതാണ്ട് മൂക്കാൻ തുടങ്ങുന്ന ഒരു സ്റ്റേജ് ആകുന്നു. ഇനി ഇതിലേക്ക് സവാള ഒരു ചെറുതായിട്ട് നിറം മാറി തുടങ്ങിയാലും കുഴപ്പമില്ല. സവാള ഞാൻ പറഞ്ഞില്ലേ, ചെറിയ ചെറിയ ചതുര കഷ്ണം. ഇത് 4 ഇടത്തരം സവാള. ഇതെല്ലാം കൂടി കിടന്നൊന്ന് വഴണ്ട് വരട്ടെ. ചെറുതായി നിറം മാറുന്ന ഏതാണ്ട് ഒരവസ്ഥയിലേക്ക് വരണം, എന്നാൽ വലുതായിട്ട് നിറം മാറേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സവാളയുടെയൊക്കെ നിറം ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇപ്പോഴാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ചിക്കൻ്റെ കഷ്ണങ്ങൾ, കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഏതാണ്ടൊരു 1.5 കിലോയുടെ കോഴി, ഇടത്തരം. അപ്പോൾ ചിക്കൻ്റെ കഷ്ണങ്ങളും കൂടി ചേർത്തിട്ട് നമ്മളൊന്ന് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വേണമെങ്കിൽ ഇതിലേക്ക് നമുക്കൊരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ചേർത്ത കാര്യങ്ങൾ കണ്ടല്ലോ, ഒരുപാട് കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. എണ്ണ ചൂടാക്കി ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത്, 2 കാര്യങ്ങൾ അരിഞ്ഞ് ചേർക്കാം, അല്ലെങ്കിൽ ചതച്ച് ചേർക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് സവാള, അതും ചെറുതായിട്ടല്ല അരിഞ്ഞത്, ചെറിയ ചെറിയ ചതുര കഷ്ണങ്ങൾ. അതൊന്ന് നിറം മാറി തുടങ്ങിയൊരു സമയത്താണ് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തു, ചിക്കൻ്റെ പീസസ് ഇട്ട്. ഇനി ഒരല്പം ഉപ്പും കൂടി ഇട്ടൊന്ന് വഴറ്റാം. കുറച്ച് ഉപ്പ് ചേർക്കാം. പിന്നെ ബാക്കി ഉപ്പൊക്കെ നമുക്ക് അവസാനം ചേർക്കാം. ഇത് ചിക്കൻ്റെ കഷ്ണങ്ങളിൽ പിടിക്കാനുള്ള ഉപ്പാണ്. അപ്പോൾ ചിക്കൻ്റെ പീസസും കൂടി ചേർത്ത് ഏതാണ്ട് ഒരു 5-6 മിനിറ്റ് നമ്മളിങ്ങനെ വഴറ്റുകയാണ്. ഉപ്പും ചേർത്ത് കഴിഞ്ഞു. ഇപ്പോൾ ഒരു മസാലയുടെ മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴാണ് ഒരു ഇറച്ചി മണം വരുന്നത്. ഇനി നമ്മളിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന മസാല, തേങ്ങയുടെ അരപ്പ്. ഇത് പച്ച അരച്ചതാണ്, തേങ്ങ പച്ചയ്ക്ക് അരച്ച മസാല. അത് ചേർക്കാൻ പോകുന്നു. ഇതിപ്പോൾ ഒരു തേങ്ങ, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിരിയൻ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 7-8 ചെറിയ ഉള്ളി, ഇതെല്ലാം കൂടി ചേർത്ത് പേസ്റ്റ് രൂപത്തിൽ അരച്ചതാണ്. ഇനി ഈ അരപ്പിൻ്റെ കൂടെ തന്നെ നമ്മളൊരു 3 കപ്പ് വെള്ളം, ഇതൊരു 3 കപ്പ് വെള്ളം ഞാൻ അളന്ന് വെച്ചതാണ്, അതും കൂടി ചേർക്കാം. അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു പച്ച മസാലയുടെ മണമാണ് വരുന്നത്, പച്ചക്കരച്ചല്ലേ തേങ്ങയല്ല. ഇനി ഇതിലേക്ക് നമ്മളൊരു 4 പച്ചമുളക് 2ആയിട്ട് മുറിച്ചതും, ആവശ്യത്തിന് കറിവേപ്പില, താളിക്കാൻ അവസാനം നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം, അത് കൂടാണ്ട് ഇപ്പോഴേ ചേർക്കാം. പിന്നെ ഇതെന്താ വേണ്ടേ, 4 ഇടത്തരം ടൊമാറ്റോ ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചത്. എല്ലാം കൂടി ചേർന്ന് നല്ല കളർഫുള്ളായിട്ടുണ്ട്. ഒരു ഓറഞ്ച് ഗ്രേവി, പിന്നെ ടൊമാറ്റോ, അതിൻ്റെ ചുമപ്പ്, കറിവേപ്പിലയുടെയും പച്ചമുളകിൻ്റെയും പച്ച, നല്ലൊരു കറിയായി മാറിക്കഴിഞ്ഞു. നല്ല ഗ്രേവി, അതായത് കുറച്ച് ചാറൊക്കെ ഉള്ളൊരു കറി. ഉപ്പ് ശരിക്കും പറഞ്ഞാൽ അത് പോരാ, കുറച്ചുകൂടി വേണ്ടി വരും, അത് നമുക്ക് അവസാനം ചേർക്കാം. കാര്യങ്ങളെല്ലാം ചേർത്ത് കഴിഞ്ഞു. ഗരം മസാലയും 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി പാത്രം ഒന്ന് അടച്ചിടാം. എന്നിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുന്നു. നന്നായിട്ട് തിള വന്നു കഴിയുമ്പോൾ തീ ഒരു ഇടത്തരം തീയിലേക്ക് മാറ്റാം.
അത് കഴിഞ്ഞ് കഷ്ണങ്ങളെല്ലാം പാകത്തിന് വെന്ത് ചാറെല്ലാം കുറുകി കഴിയുമ്പോൾ നമ്മുടെ കോഴിക്കറി റെഡിയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഏതാണ്ടൊക്കെ റെഡിയായി കഴിഞ്ഞു. ഏതാണ്ടല്ല, ശരിക്കും പറഞ്ഞാൽ മുഴുവനായിട്ടും പാകമായി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി അവസാനം ഫൈനലായിട്ട് നമുക്കൊന്ന് നോക്കാം. ഇനി ഒരു കാര്യം, ഒരു ജോലി ബാക്കിയുണ്ട്. ഈ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു പാത്രം അടുപ്പിൽ വെച്ച് ഒരു ചെറിയ താളിക്ക്. അപ്പോൾ ഇതേ അടുപ്പിൽ തന്നെ നമുക്ക് വേറൊരു പാത്രം വയ്ക്കാം. അപ്പോൾ ചിക്കൻ വേറൊരു ഭാഗത്തേക്ക് മാറ്റിയിട്ട് മറ്റൊരു പാത്രം വയ്ക്കുന്നു. എന്നിട്ടൊരല്പം എണ്ണ, ഒരു 1-2 ടേബിൾ സ്പൂൺ എണ്ണ. പിന്നെ നമ്മൾ ഗരം മസാലപ്പൊടി ഇതിൽ ചേർത്തിട്ടുണ്ട്, എങ്കിലും ഏറ്റവും അവസാനം ഒരല്പം ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കണം, ഒരു 1/4 ടീസ്പൂൺ. അപ്പോൾ 1/2 ടീസ്പൂൺ ചേർത്ത് കഴിഞ്ഞു. ഇത് അവസാനത്തെ ഒരു മിനുക്ക് പണിയാണ്. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. അപ്പോൾ കുറച്ചുകൂടി ഒരു നല്ലൊരു മസാലയുടെ മണം വരും. ഒരു എന്താ പറയണ്ടേ, ശരിക്കും ഒരു ഇറച്ചി മണം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇനി ഈ താളിച്ചും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ ഏറ്റവും എന്താ പറയുക, പെർഫെക്റ്റായിട്ട് മാറും നമ്മുടെ നാടൻ രുചിയുള്ള കോഴിക്കറി. ഇനി ഇതിലേക്ക് നീളത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് മൂത്ത് കിട്ടണം. ഇതിൻ്റെ കൂടെ കറിവേപ്പില മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഉള്ളിയെല്ലാം പാകത്തിന് മൂത്ത് തുടങ്ങി, ഏകദേശം മൂത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ കറിവേപ്പില, ആവശ്യത്തിന് കറിവേപ്പില ഇട്ടുകൊള്ളുക. ആദ്യം കുറച്ച് കറിവേപ്പില നമ്മൾ കറിയിൽ ചേർത്തിരുന്നു, ഇത് എക്സ്ട്രാ, ഇത് അവസാനത്തെ കറിവേപ്പില. തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ താളിച്ച കാര്യങ്ങൾ, ചെറിയ ഉള്ളി, കറിവേപ്പില, എണ്ണയോടുകൂടി ഇപ്പോഴാണ് നമ്മളുടെ നാടൻ ചിക്കൻ എന്താ പറയുക, കോഴി പച്ച അരച്ച് റെഡിയായി കഴിഞ്ഞു. ഇനി വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റും. അങ്ങനെ നമ്മുടെ കോഴി പച്ച മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ പച്ച മസാല എന്ന് പറഞ്ഞാൽ പച്ച അല്ലാന്ന് മനസ്സിലായല്ലോ, ഓറഞ്ച് റെഡ് കളറാണ്. ഇത് ശരിക്കും നാടൻ രുചിയാണ്. പക്ഷേ നാടൻ രുചിയാണെങ്കിലും വളരെ വ്യത്യസ്തമായ രുചിയായിരിക്കും. കുറച്ച് സാധാരണയായിട്ട് നമ്മൾ കഴിക്കുന്ന ഒരു നാടൻ രുചിയിൽ നിന്ന് ഒരല്പം വ്യത്യാസം ഉണ്ടാവും, പക്ഷേ നാടൻ തന്നെയാണ്. ഇത് നല്ല ചോറിൻ്റെ കൂടെ, ചമ്പാവരി ചോറിൻ്റെ കൂടെ ഏറ്റവും നല്ലതായിരിക്കും. പിന്നെ ഇത് കൂടാണ്ട് ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയതാണ്. ബ്രെഡിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം, എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഉണ്ടാക്കാൻ വളരെ എളുപ്പമല്ലേ. കാര്യം നമ്മൾ കുറച്ച് തേങ്ങ അരച്ച് ചേർക്കുന്നു എന്ന് മാത്രമല്ലേ ഉള്ളൂ, തേങ്ങാപ്പാലെടുത്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. പിന്നെ എല്ലാം നമ്മൾ പച്ചയ്ക്കാണ് ചേർത്തിരിക്കുന്നത്. പച്ച മസാല എന്ന് പറഞ്ഞാൽ മുളക് പൊടി, മല്ലിപ്പൊടി ഒന്നും വഴറ്റുന്നില്ല, ഒക്കെ പച്ചയ്ക്ക് അത് അങ്ങനെ തന്നെയാണ് ചേർക്കുന്നത്. അങ്ങനെ ഒരു ഈസി അല്ലെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു കോഴിക്കറി. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കാം, എല്ലാവർക്കും ഇഷ്ടം. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു വെജിറ്റേറിയൻ വിഭവമാണ്. വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഇതൊരു സൂപ്പാണ്. ഇതൊരു പച്ച നിറത്തിലെ സൂപ്പാണ്. പച്ച എന്ന് പറയാം, നമുക്കൊരു എന്താ പറയുക, യെല്ലോ ഗ്രീൻ കളർ, ആ നിറത്തിലൊരു സൂപ്പ്. ഇതൊരു ഗ്രീൻ പീസ് സൂപ്പ്. ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയത്, ആരോഗ്യത്തിന് വളരെ നല്ലത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. പീസ് സൂപ്പാണ്. പീസ് സൂപ്പ് എന്ന് പറയുമ്പോൾ ഗ്രീൻ പീസ്, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് ഇപ്പോൾ വാങ്ങാൻ കിട്ടും, ഫ്രോസൺ ആയിട്ട് പാക്കറ്റിൽ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ഉണ്ട്. അത് വാങ്ങിയിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ ഈ ലോക്കൽ മാർക്കറ്റ്സിൽ നമുക്ക് കിട്ടുന്ന ചെറിയ പാക്കറ്റിൽ നല്ല പച്ച നിറമായിരിക്കും, പക്ഷേ അത് കളർ ചെയ്തതാണ്, അത് ഒറിജിനലാണ്. കുറച്ച് ഡ്രൈ ആയിട്ടുള്ളത് ഉണങ്ങിയ ഗ്രീൻ പീസിനെ കളർ ചെയ്ത് വെക്കുന്നതാണ്. അതാണെങ്കിൽ കുറച്ച് നേരം വെള്ളത്തിൽ കൊടുത്ത് അത് വേഗ് കൂടുതലാണ്. പക്ഷേ ഇതിങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് ആണെങ്കിൽ പാക്കറ്റ്സിൽ ഈ ഫ്രീസറിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഇത് ശരിക്കും ഫ്രോസൺ ആയിട്ട്. അത് വാങ്ങിയിട്ട് ആദ്യം ചെയ്യേണ്ടത്, അതൊരു 1.5 കപ്പ് അളന്നെടുക്കുക. എന്നിട്ട് ചൂടായിട്ടുള്ളൊരു പാത്രത്തിലേക്ക് ഈ 1.5 കപ്പ് ഗ്രീൻ പീസ്, ഇത് ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസാണ്. അപ്പം അധികം വേഗില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതിൻ്റെ കൂടെ ഒരു സവാളയുടെ പകുതി സ്ലൈസസ് ആയിട്ട് മുറിച്ചത്, നീളത്തിനുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, പിന്നെ അതിനോടൊപ്പം 1 കപ്പ് വെള്ളം. ഇതൊന്ന് വേകട്ടെ. ഇത് നന്നായിട്ട് ഒന്ന് വേകണം. ഒന്ന് വെന്ത് കഴിഞ്ഞാൽ ആ ഉള്ളിയും വേകണം, ഗ്രീൻ പീസ് ഒന്ന് വേണം, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അത് കഴിഞ്ഞാൽ
അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഇത് എങ്ങനെയാണ് സൂപ്പിൻ്റെ രൂപത്തിലേക്ക് മാറുന്നത്. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസും സവാളയും കൂടി കിടന്ന് നന്നായിട്ട് പാകത്തിന് വെന്തിട്ടുണ്ട്. ഗ്രീൻ പീസിൻ്റെ നിറമൊന്നും മാറിയിട്ടില്ല. ആ ഒരു ഗ്രീൻ കളർ ഇപ്പോഴും ഉണ്ട്, ആ പച്ച നിറം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ആവശ്യത്തിന് വെന്ത് കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ ആകും. ഒരു 5-7 മിനിറ്റ് സമയം കൊണ്ട് തന്നെ വെന്ത് കിട്ടും. കുറച്ച് വെള്ളം ബാക്കിയുണ്ട്. ഈ വെള്ളം നമുക്ക് ആവശ്യം വരും. ഈ ഗ്രീൻ പീസിന് ഇനി അല്പനേരം തണുക്കാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കുറച്ചുകൂടി പരന്നൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ വയ്ക്കാം. പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടും. ഇത് നന്നായി തണുത്ത് കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യേണ്ടത്? മിക്സി ഉപയോഗിച്ചിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കുക, ഒരു പ്യൂറി ആക്കിയെടുക്കുക. അപ്പോൾ ടൊമാറ്റോ പ്യൂറി എന്നൊക്കെ പറയുന്ന പോലെ ഗ്രീൻ പീസിൻ്റെ ഒരു പ്യൂറി. ഇപ്പോൾ ഈ വേവിച്ചപ്പോൾ കിട്ടിയ വെള്ളം ഉണ്ടല്ലോ, നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ചാണ് വേവിച്ചത്. കുറച്ച് ബാക്കിയുണ്ട്, ഏതാണ്ട് 1/2 കപ്പോളം ബാക്കിയുണ്ട്. ആ വെള്ളവും കൂടി ചേർത്ത് തന്നെ അരച്ചെടുക്കാം. വേണമെങ്കിൽ ഒരല്പം വെള്ളം കൂടി ചേർത്തും കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി വേണ്ടി വരും അരച്ചെടുക്കാനായിട്ട്. ഒരു പ്യൂറി ഫോമിൽ, അതായത് പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സൂപ്പ് തയ്യാറാക്കാൻ പോകുന്നത്. എന്തായാലും ഇതൊന്ന് തണുക്കട്ടെ. അത് കഴിഞ്ഞ് ഞാനിതൊന്ന് അരച്ചെടുക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ. അപ്പോൾ നമ്മളുടെ ഗ്രീൻ പീസ് പ്യൂറി ചെയ്തെടുത്ത് കഴിഞ്ഞു. അപ്പോൾ കണ്ടില്ലേ, ഒരു ഇളം പച്ച കളർ, ഗ്രീൻ കളറിലെ ഗ്രീൻ പീസ് പ്യൂറി. ഇതിലിപ്പോൾ സവാളയുണ്ട്, ഗ്രീൻ പീസുണ്ട്. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ഒരു 1/2 സവാളയും 1.5 കപ്പ് ഗ്രീൻ പീസും കൂടി ചേർത്തിട്ടാണ് നമ്മൾ 1 കപ്പ് വെള്ളത്തിൽ വേവിച്ച് അരച്ചെടുത്തത്. അപ്പോൾ വേവിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്രഷ് ഗ്രീൻ പീസ് ആയതുകൊണ്ട് ഒരുപാട് സമയത്ത് വേവിക്കരുത്. ഒരു എന്താ പറയുക, ഒരു 5-6 മിനിറ്റ് വേവിക്കുമ്പോൾ തന്നെ അത് പാകത്തിന് വന്നിട്ടുണ്ടോ. അതിൻ്റെ നിറവും മാറാൻ പാടില്ല. ആ ഒരു പച്ച നിറം പോകാത്ത രീതിയിൽ വേവിച്ചെടുക്കുക. എന്നിട്ട് അപ്പോൾ ഉപ്പൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. ഇനി നമ്മൾ സൂപ്പ് തയ്യാറാക്കാൻ പോവാണ്. ഇനി ചൂട് കെട്ടിയുള്ളൊരു പാത്രം അടുപ്പിലേക്ക് വയ്ക്കും. നമ്മളൊരു സൂപ്പിൻ്റെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യണം. അതെങ്ങനെയാണ്? ആദ്യം നമ്മൾ വെണ്ണ ഒരു 1.5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ, നമ്മൾ എത്ര മൈദ ചേർക്കുന്നു അതനുസരിച്ചിട്ട് വെണ്ണ. അപ്പോൾ ഇപ്പം നമുക്ക് 2 ടേബിൾ സ്പൂൺ വെണ്ണ, 2 ടേബിൾ സ്പൂൺ വെണ്ണ. അത് ഉരുകി തുടങ്ങിയിട്ട് 1.5 ടേബിൾ സ്പൂൺ മൈദ മാവ്. അപ്പോൾ ഹീപ്റ്റായിട്ട് എടുക്കുക, നല്ല കുമിച്ചെടുക്കുക. 1.5 വലിയ സ്പൂൺ മൈദ മാവ്, 1.5 ഏതാണ്ട് 1.25 വരെ ചേർക്കാം. വെണ്ണ ഉരുകി അതിലിങ്ങനെ മൈദ ഫ്രൈ ചെയ്യുന്ന ആ ഒരു സ്റ്റേജ് അല്ല, പതഞ്ഞ് വരുന്നുണ്ട്. മൈദ പാകത്തിന് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം നമ്മൾ 1 കപ്പ് വെള്ളം, തീ ഒരല്പം കുറച്ചു ഞാൻ. അതിനോടൊപ്പം തന്നെ വെള്ളം ഒഴിച്ചു. അപ്പോൾ ഇങ്ങനെ കുറുകി തുടങ്ങി. ഇതിനോടൊപ്പം തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് പ്യൂറി, കുരുമുളക് പൊടി ചേർത്ത് കഴിഞ്ഞു. അപ്പോൾ കുരുമുളക് പൊടി ചേർത്തു. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പ്, പാകത്തിനുള്ള ഉപ്പ് ഇതുവരെ ചേർത്തിട്ടില്ല, ഇനി ഉപ്പ് ചേർക്കാൻ പോകുന്നേ ഉള്ളൂ. ഇനി നമ്മളിതിലേക്ക് ഏകദേശം 2-2.5 കപ്പ് പാല്, അതാണ് അവസാനം ചേർക്കുന്നത്. അപ്പോൾ കാച്ചിയ പാല്, കുറച്ച് ചൂട് പാലാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് സൂപ്പ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നല്ലതായിട്ട് തിള വന്നു കഴിഞ്ഞു. പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് 2.5 കപ്പ് പാലും ഞാൻ ഒഴിച്ച് കഴിഞ്ഞു. കണ്ടല്ലോ സൂപ്പിൻ്റെ കൺസിസ്റ്റൻസി. ഇതാണ് ശരിക്കും സൂപ്പ്, ഇങ്ങനെ ആയിരിക്കണം. അപ്പോൾ ഇനി നമ്മൾ ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നല്ല ഇളം പച്ച കളറിൽ, കിളിപ്പച്ച കളറിൽ നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു, ഗ്രീൻ പീസ് സൂപ്പ്. ഇനി ഇതിനൊരു ചെറിയ ഗാർണിഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രഷ് ക്രീം വെച്ച് അതിനെ അലങ്കരിക്കാം. അങ്ങനെ നല്ല ഭംഗിയും സ്വാദും പിന്നെന്താ പറയുക, ആരോഗ്യത്തിനും വളരെ നല്ലതായിട്ടുള്ള ഗ്രീൻ പീസ് സൂപ്പ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. പിന്നെ ഈ അളവിൽ നിന്നും ഏകദേശം 10 പേർക്ക് വരെ കഴിക്കാവുന്ന സൂപ്പ് ഉണ്ടാക്കാം. ഇത് ഞാനിങ്ങനെ ബ്രിം വരെ എടുത്തിരിക്കുക, സൂപ്പ് ബൗളിൻ്റെ ഏറ്റവും മുകൾ ഭാഗം വരെ എടുത്തിട്ടുണ്ട്. മാത്രമല്ല നല്ല കുറുകിയതാണ്. ഇച്ചിരൂടെ പാൽ വേണമെങ്കിൽ ഇതിലേക്ക് ഒഴിക്കാം കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഇത് 10 പേർക്ക് സുഖമായിട്ട് കഴിക്കാനുള്ള സൂപ്പ് ഉണ്ടാവും. അപ്പോൾ ഇതുപോലൊരു ഗ്രീൻ പീസ് സൂപ്പും 1-2 സ്ലൈസ് ബ്രെഡോ ചപ്പാത്തിയോ റോട്ടിയോ എന്തെങ്കിലും കൂടി ഉണ്ടെങ്കിൽ രാത്രിത്തെ ഭക്ഷണം കുശാൽ. കൂടുതൽ കാര്യങ്ങളൊന്നും കഴിക്കേണ്ട, ഇത്ര തന്നെ ധാരാളം മതിയാകും. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് വളരെ നാടനായിട്ടുള്ളൊരു വിഭവമാണ്. അത് നമ്മുടെ കോഴി പച്ച അരച്ച കറി. അപ്പോൾ അത് നമുക്ക് ചോറിൻ്റെ കൂടെ പിന്നെ നല്ല തട്ട് ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. ദോശയ്ക്ക് നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. എപ്പോൾ വേണമെങ്കിലും ദോശ എന്ന് പറഞ്ഞാൽ ദോശമാവ് എപ്പോഴും നമ്മുടെ വീട്ടിൽ സ്റ്റോക്ക് ആയിരിക്കും അല്ലേ. അപ്പോൾ
പെട്ടെന്ന് ദോശ ഉണ്ടാക്കാം, അതിന് പറ്റിയൊരു കറിയാണിത്. പിന്നെ രണ്ടാമത് കാണിച്ചത് വളരെ വ്യത്യസ്തമാണ്, പക്ഷേ ഗ്രീൻ പീസ് ഹെൽത്തിന് വളരെ നല്ലതാണ്, ആരോഗ്യത്തിന്. അത് വെച്ചിട്ട് നല്ല ഒരു സൂപ്പ് ഉണ്ടാക്കാൻ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ സാധിക്കും. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നല്ല പ്രായമായ അമ്മമാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ, ഗ്രാൻഡ് മദേഴ്സ്, അവർക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ വെണ്ണയുടെ അളവ് മാത്രം ഒരല്പം കുറയ്ക്കുക, ബാക്കി കാര്യങ്ങളെല്ലാം ഏതാണ്ട് ഇതുപോലെ തന്നെ ചെയ്യുക. അപ്പോൾ 2 വിഭവങ്ങളും പരീക്ഷിക്കുക. ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് ആവുന്നു.